ഹലോ, ഞാൻ നിങ്ങൾക്കായി ഒരു കഥ പറയട്ടെ. ഇത് കഥയാണ് എന്ന് ചിലപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ആർക്കും തോന്നണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം ആയിരിക്കാം. അപ്പം അങ്ങകലെ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും രണ്ടും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം. വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കുമായിരുന്നു അവർ. ഒരു ദിവസം പെട്ടെന്നാണ് അവിടുത്തെ അച്ഛന് ഒരു അപകടം പറ്റിയത്. പെട്ടെന്ന് എല്ലാവർക്കും വളരെ സങ്കടമായി. എന്തു ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അച്ഛനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും നന്നായി പരിശ്രമിച്ചു. അവരെല്ലാവരും കൂടി അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരോഗ്യാവസ്ഥ വെച്ചിട്ട് ജോലിക്കോ കാര്യങ്ങൾക്കൊന്നും ആൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ല. അപ്പോൾ എങ്ങനെ ആ കുടുംബം പോവും? കാരണം ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ കുടുംബത്തിലെ അച്ഛനായിരുന്നു, പുരുഷനായിട്ടുള്ള ആളായിരുന്നു. മക്കൾ രണ്ടുപേരും പഠിക്കുന്നു. അപ്പോൾ അവരുടെ പഠനത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം എല്ലാം നോക്കിയത് ഒരു അല്ലലും അറിയിക്കാതെ ഭാര്യയെയും മക്കളെയും നോക്കിക്കൊണ്ടുവന്ന ഒരാളായിരുന്നു, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി. അപ്പോൾ പെട്ടെന്ന് അച്ഛനിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അമ്മയ്ക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, അമ്മയ്ക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയില്ല. കുറച്ച് നാളൊക്കെ മുന്നോട്ട് ഒരലലുമില്ലാതെ പോയി. അറിയാലോ, പോകുന്തോറും പിന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കുട്ടികളുടെ പഠന കാര്യങ്ങൾ, ഫീസുകൾ, പിന്നെ എല്ലാ ദൈനംദിന ചിലവുകൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. അപ്പം സാമ്പത്തികം അവിടെ ആവശ്യമായി വന്നു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഒരു ജോലിക്ക് പോകാം എന്നുള്ളൊരു തീരുമാനമെടുത്തു. അവർ ജോലിക്ക് പോയി തുടങ്ങുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനുള്ള ആഹാരങ്ങളും എല്ലാം എടുത്തു വെച്ച് കുട്ടികളെ എല്ലാം സ്കൂളിലെല്ലാം പറഞ്ഞു വിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ ജോലിക്ക് പോയി. തിരിച്ചു വന്നിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി. അങ്ങനെ ആ ഒരു സാഹചര്യം മാറി തുടങ്ങി. അതോടൊപ്പം തന്നെ അച്ഛനും അസുഖങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. ആൾ പഴയ പോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ആ ഒരു അമ്മ, ആ ഒരു സ്ത്രീ അങ്ങനെ ഒരു ആക്ഷനിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം എടുത്ത് തയ്യാറായി. കാരണം അവർക്ക് പരസ്പരം നന്നായിട്ട് അറിയായിരുന്നു, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു പ്രശ്നം വന്നപ്പോൾ തൻ്റെ പങ്കാളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങും തണലുമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ആ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ ഈ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ അമ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സാധിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പുരുഷന്മാർക്ക് എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോയി അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ചിലപ്പോൾ ഈ ഒരു വീട്ടിൽ ഒരു അമ്മ അല്ലെങ്കിൽ സ്ത്രീക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, വീട്ടിലെ ജോലികളെല്ലാം, പിന്നെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം, അത് പെട്ടെന്ന് എല്ലാ പുരുഷന്മാർക്കും വഴങ്ങുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ അവർ അതുമായിട്ട് അതിജീവിച്ച് വരാൻ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയവും എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുണ്ടല്ല, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരു കുടുംബത്തിൽ നമ്മൾ രാവിലെ എല്ലാവരും എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അടുക്കളയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണം രാവിലെ എല്ലാവരും ഉറക്കം എണീച്ച് വന്ന് ഒരു ചായ ഇട്ട് കുടിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? സ്ത്രീകളായിരിക്കും കൂടുതൽ അടുക്കളയിൽ. പിന്നെ ആ ടൈം ബാക്കിയുള്ളവരൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചറിയാലോ എന്തായിരിക്കും ഓരോരുത്തരുടെ വീട്ടിൽ നടക്കുന്നതെന്നുള്ള ഒട്ടുമിക്കവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതേ സമയം തന്നെ ആ കുടുംബത്തിലുള്ള ഇപ്പോൾ സ്ത്രീ പുരുഷനെന്നല്ല, എല്ലാ അംഗങ്ങളും കൂടെ ഒരുമിച്ച് വന്ന് ഓരോരുത്തരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വീട്ടിലെ ജോലികളെല്ലാം തീരുന്നു. ഇത് സാധാരണ ഒരു കുടുംബത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ജോലിക്കാരെയും പലരെയും കൊണ്ട് ചെയ്യുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, അറിയാലോ. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ കുടുംബം എന്തൊരു സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ അവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും സാധിക്കും എന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ സാഹചര്യം വരുന്ന സമയത്ത് പകച്ചു പോകാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും
പരസ്പരം എല്ലാ കാര്യങ്ങളും പഠിച്ചും സഹായിച്ചും മനസ്സിലാക്കിയും പോകേണ്ടിയിരിക്കുന്നു. അതാണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഓക്കെ, അപ്പോൾ സ്ത്രീയും പുരുഷനും പങ്കാളികളാകുമ്പോൾ ഒരു താങ്ങും തണലുമായിട്ട് പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടെ ഉള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറി വീണ്ടും കേൾക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.